നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? കരുവാറ്റയിൽ 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി സ്വന്തം അപ്പൂപ്പനെ കൊലപ്പെടുത്താൻ കൗമാരപ്രായക്കാരായ കൂട്ടുകാർക്ക് കൊട്ടേഷൻ കൊടുക്കുന്നു. കൂട്ടുകാർ രാത്രിയിൽ വീട്ടിൽ അതിക്രമിച്ച് കയറി ആ വയോധികനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുന്നു. മാത്രമല്ല, ഈ രംഗം വീഡിയോ കോളിൽ വിളിച്ച് കൊച്ചുമകൾക്ക് കാണിച്ചു കൊടുക്കുന്നു. കൊലപാതകത്തിന് ചുക്കാൻ പിടിച്ചിട്ടും യാതൊരു ഭാവഭേദവുമില്ലാതെ അടുത്ത ദിവസങ്ങളിലും സാധാരണ പോലെ പെൺകുട്ടി പെരുമാറുന്നു. കേൾക്കുമ്പോൾ തന്നെ നെഞ്ചു വിറയ്ക്കുന്ന സംഭവങ്ങൾ. ചെയ്യുന്നതിൻ്റെ ഗൗരവം തിരിച്ചറിയാഞ്ഞിട്ടായിരിക്കുമോ ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? അതോ മറ്റുള്ളവരുടെ വേദന തിരിച്ചറിയാൻ കഴിയാത്ത വിധം സോഷ്യൽ മീഡിയ കാഴ്ചകളും മറ്റും ഇവരുടെ ബുദ്ധിയെ മരവിപ്പിച്ച് കളഞ്ഞിട്ടാണോ? കരുവാറ്റ സ്വദേശി ശിവൻകുട്ടി ചെട്ടിയാരാണ് സ്വന്തം ചോരയായ കുട്ടിയുടെ തന്നെ ആസൂത്രണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഞെട്ടലോടെ അല്ലാതെ ഇതെങ്ങനെ കേട്ടിരിക്കാൻ സാധിക്കും? കൊച്ചുമകളും അവളുടെ കാമുകനും അടങ്ങുന്ന 4 അംഗ സംഘം. കൊച്ചുമകളെ തല്ലിയതിലുള്ള വൈരാഗ്യമാണ് പെൺകുട്ടിയെ കൊടും ക്രൂരതയിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമികമായ വിവരം. പെൺകുട്ടിയുടെ കാമുകനും സുഹൃത്തുക്കളുമായ കൊല്ലം പരവൂർ സ്വദേശികളായ കൗമാരക്കാരാണ് കൊലപാതകം നേരിട്ട് നടപ്പിലാക്കിയത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയോടെ പ്രതികൾ മുത്തശ്ശൻ താമസിക്കുന്ന വാടക വീട്ടിലെത്തി. വീട്ടിലുണ്ടായിരുന്ന ശിവൻകുട്ടിയെ ഡൈനിങ് റൂമിലെ തറയിലിട്ട് കൈകാലുകൾ പരസ്പരം വരിഞ്ഞു മുറുക്കി ക്രൂരമായി മർദ്ദിച്ചും ശ്വാസം മുട്ടിച്ചുമാണ് ഇവർ കൊലപ്പെടുത്തിയത്. ഏറ്റവും ഭീകരമായ കാര്യം എന്തെന്നാൽ, ശിവൻകുട്ടി മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം വീട്ടിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർന്ന പ്രതികൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം വീഡിയോ കോളിലൂടെ കൊച്ചുമകൾക്ക് കാട്ടിക്കൊടുക്കുകയും ചെയ്തു. പോലീസിനെയും ഡോഗ് സ്ക്വാഡിനെയും വഴിതെറ്റിക്കാൻ മുറികളിലും വാതിൽപ്പടികളിലും മുളകുപൊടി വിതറിയ ശേഷമാണ് പ്രതികൾ രക്ഷപ്പെട്ടത്. കൃത്യത്തിൽ തനിക്ക് പങ്കില്ലെന്ന് വരുത്തി തീർക്കാൻ ആ കൊച്ചുമകൾ പല നാടകങ്ങളും മെനഞ്ഞു. പക്ഷേ പോലീസ് ഒടുവിൽ അതെല്ലാം പൊളിച്ചടുക്കി. അപ്പൂപ്പൻ ഉപദ്രവിച്ചു എന്ന വൈരാഗ്യവും വീട്ടിൽ സൂക്ഷിക്കുന്ന സ്വർണം കൈക്കലാക്കുക എന്ന ലക്ഷ്യവുമായിരുന്നു ഈ കൊടും കൊലപാതകത്തിന് പിന്നിൽ. പ്രതികൾ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നെങ്കിലും സൈബർ സെല്ലിന്റെ സഹായത്തോടെ ടവർ ലൊക്കേഷൻ പിന്തുടർന്ന് കൊല്ലത്ത് നിന്നാണ് വെറും 24 മണിക്കൂറിനകം അന്വേഷണ സംഘം പ്രതികളെ പിടികൂടിയത്. പ്രധാനപ്പെട്ടൊരു ചോദ്യം അവശേഷിക്കുന്നു. കൗമാരപ്രായത്തിൽ കുട്ടികളുടെ മനസ്സിലേക്ക് ഇത്തരം ക്രിമിനൽ ചിന്തകൾ എങ്ങനെയാണ് കടന്നു വരുന്നത്? കുടുംബ ബന്ധങ്ങളുടെ സുരക്ഷിതത്വം തന്നെ അപകടത്തിലാക്കുന്ന സാഹചര്യം എവിടെയാണ് നാം തിരിച്ചറിയാതെ പോകുന്നത്? കരുവാറ്റയിലെ ശിവൻകുട്ടിയുടെ കൊലപാതകം ഒരു കുറ്റകൃത്യം മാത്രമല്ല, സമൂഹത്തിന് വലിയൊരു മുന്നറിയിപ്പ് കൂടിയാണ് നൽകുന്നത്.